നല്ല മുഖം ചെയ്തോ അതിനെന്താ വെട്ടങ്ങോട്ട്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് ഹൽവയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ബീട്രൂട്ട് ചീകി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി ഒന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്കിത് പിരിയാം. നമുക്കിത് ഇത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. കയ്യിലൊക്കെ ഇച്ചിരി കറയാകും കേട്ടോ, അത് നോക്കണ്ട. അത് കുറച്ച് പീസുകൾ വീണോട്ടെ, കുഴപ്പമില്ല. അരിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. കുറച്ച് പീസൊക്കെ കിടക്കുന്നത് നല്ലതാണ്. ഇത്ര മതിയാ, ഒന്നുകൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. കഴിച്ചിട്ടുണ്ടോ ബീട്രൂട്ട് ഹൽവ? ഇല്ല. ക്യാരറ്റ് ഹൽവ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാമേ. അപ്പോൾ അതേ നമ്മൾ ബീട്രൂട്ടിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരുണ്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരുണ്ട ശർക്കര നമുക്കൊന്ന് പൊടിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് അരിച്ചെടുക്കണം. പിന്നെ ഞാൻ കോൺഫ്ലവറും മൈദയും ചേർത്തിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് കോൺഫ്ലവറും 1/2 കപ്പ് മൈദയാണ് ഞാനിതിന് ആവശ്യത്തിന് എടുത്തിരിക്കുന്നത്. മൊത്തം ഞാൻ 2 കപ്പ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 2 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ കലക്കിയെടുക്കണം. ഒരു കട്ടയും കാണരുത്, അതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇത് ആദ്യം കലക്കിയിട്ടായിരുന്നു വെക്കേണ്ടത്. ഞാൻ ചട്ടി ചൂടായതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചത്. അങ്ങനെയല്ല, ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിലോട്ട് വെക്കേണ്ടത്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ വെച്ച് പോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പം ഇത് കലക്കി വെച്ചതിന് ശേഷം, ചട്ടിയിലൊഴിച്ചതിന് ശേഷം മാത്രമേ സ്റ്റൗവിൽ വയ്ക്കാവുള്ളൂ. പിന്നെ അതുകൊണ്ട് ഇച്ചിരി ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച്, അപ്പം ഞാനത് എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ബീട്രൂട്ട് നീരും ശർക്കര നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ശർക്കര ലായനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കര ലായനിയൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി പറ്റിച്ച് എടുക്കണം. വെള്ളം പറ്റുന്നത് വരെ നന്നായിട്ട് ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഈ നെയ്യ് ഒഴിച്ചൊഴിച്ച് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വെള്ളം പറ്റിച്ചെടുക്കണം. അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് നട്ട്സാണ്. നമ്മൾ ഉണ്ടാക്കിയ നെയ്യ് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് 1 സ്പൂൺ കൂടെ നെയ്യ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് നട്ട്സ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്.